അലൈഹിസ്സലാം എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ അതുപോലെ അനുയായികളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ഞാൻ തരണം ചെയ്തു വെച്ചിരിക്കുന്നു, എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, എല്ലാം ഞാൻ ക്ഷമയോടെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്തിനാണെന്നല്ലേ? എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിഞ്ഞു തരാനാണ്. മഹനിയായ സയ്യിദത്തുനാ ബീവി ആസിയ റളിയല്ലാഹു അൻഹ ദുആയിയതായി അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമുമായുള്ള കണക്ഷൻ ഭാര്യയല്ല, ഉമ്മയല്ല, പെങ്ങളല്ല, അതിനുള്ള ഒരു ബന്ധമില്ല. പക്ഷേ ഈമാനികമായ ഒരു കണക്ഷൻ ആ ബീവിക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം കിട്ടിയപ്പോ ഫിർഔനിന്റെ ഭാര്യയാണ്. പക്ഷേ ആ മഹദിയുടെ പ്രാർത്ഥന ഖുർആൻ എടുത്തു പറയാണ്, എത്ര വലിയ കൊട്ടാരത്തിലാണെങ്കിലും എനിക്ക് വേണ്ടത് അല്ലാഹ് നല്ല സമാധാനത്തോടെ ജീവിക്കേണ്ട സ്വർഗത്തിലെ വീടാണെന്ന് മഹദി ദുആ ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു അത്തരം നല്ല മഹദിമാരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ഉമ്മമാർക്കും പന്തന്മാർക്കും ഒത്തുചേരുന്ന സർവ്വ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആലോചിച്ചു നോക്ക്, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർക്ക് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്തില്ല. ഫിർഔനിന്റെ ഭാര്യയ്ക്ക് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്തു. വെളിച്ചം കൊടുത്തു എന്ന് മാത്രമല്ല, ഫിർഔൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ അക്രമകാരിയാണ്. ഫിർഔനിന്റെ മകളുടെ തലചീകി കൊടുക്കുന്ന മാഷിത എന്ന് പറയുന്ന പെണ്ണ് മകളുടെ തലയിലെ മുടി ഇങ്ങനെ ചീവി കൊടുക്കാൻ തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മില്ല. അപ്പൊ ഫിർഔനിന്റെ മോള് ചോദിച്ചു, അതേതാ ഒരു പുതിയ ആള്? എന്റെ വാപ്പയല്ലാത്തൊരു പഠിച്ചവനാരാ? എന്റെ വാപ്പയല്ലാത്തൊരു ആരാധനക്ക് അർഹതയുള്ളവൻ ആരാണ്? അപ്പോഴാണ് മാഷിത പറഞ്ഞു കൊടുത്തത്, ആരാണ്? റബ്ബീ വറബ്ബുക്കല്ലാഹ്. എന്റെ മാത്രല്ല, നിന്റെയും നിന്റെ റബ്ബാന്റെയും എല്ലാവരുടെയും റബ്ബാണ് അല്ലാഹ്. അപ്പൊ ഇത് മോക്ക് പിടിച്ചില്ല. എന്റെ വാപ്പനെക്കാളും വലിയ പഠിച്ചോനോ? എന്റെ വാപ്പനെക്കാളും വലിയ പഠിച്ചോനോ? അങ്ങനെ ഒരാളുണ്ടാകാൻ പാടില്ലല്ലോ. എന്റെ വാപ്പനെക്കാൾ വലിയൊരു പഠിച്ചവനുണ്ടാകരുത്. അങ്ങനെ വാപ്പന്റെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, മാഷിതക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, നിങ്ങളല്ലാത്തൊരു പഠിച്ചവനുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ തലയിലെ മുടി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചൊല്ലിയത് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കലിമത്തോടുകൂടെയാണ് എന്റെ തലയിലെ മുടി ചെയ്യാൻ തുടങ്ങിയത്. ഇത് കേട്ടപ്പോൾ ഫിർഔനിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫിർഔൻ ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്ന, ആരാണ് ഞാനല്ലാത്ത പടച്ചവനെ വിശ്വസിച്ച് എന്റെ കൊട്ടാരത്തിന് ഞാനല്ലാത്തൊരു പടച്ചവനെ വിശ്വസിക്കുന്നവരാരാണ്? അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാനാണ് പടച്ചവനെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ വകുപ്പുണ്ടാകൂല. അപ്പോഴാണ് ഈ പെങ്ങളെ മറുപടി, എന്റെ വിശ്വാസം അല്ലാഹുവാണ്, റബ്ബ് ഇതാണ്, അവരെക്കാൾ വലിയൊരു റബ്ബ് വേറെയില്ലെന്നാ.